മറ്റൊരു വാർത്ത, റഷ്യൻ സൈന്യത്തിനുള്ളിൽ നടക്കുന്ന ക്രൂരതയുടെ അവകാശപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധ നേടുകയാണ്. സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച സൈനികനെയും മർദ്ദിക്കുന്ന കമാൻഡറുടെയും ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. Куда тебя, блядь, затрехсотило? Руку. Там у тебя, блядь, царапина, блядь. Царапина, блядь. Завтра ты меня пойдешь на штурм. സൈനികർക്ക് ഒളിച്ചിരിക്കാനായി കണ്ടെത്തുന്ന ചില സ്ഥലങ്ങൾ പോലെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച സൈനികനെ ബലമായി പിടിച്ച് കമാൻഡർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. ഇത് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ഉത്തരവുകൾ അനുസരിക്കാത്ത സൈനികരെ ശിക്ഷിക്കുകയാണ് സ്വന്തം സേന എന്നാണ്, അല്ലെങ്കിൽ ദീർഘകാലം അവധിയൊക്കെ ആവശ്യപ്പെടുന്നവർക്കാണ് ഈ ശിക്ഷ എന്നാണ്. ഈ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവരെ നിർബന്ധിച്ച് വിടുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. കമാൻഡർ പറയുന്നതൊക്കെ ദൃശ്യങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. മനു, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം റഷ്യൻ സൈനികർക്കെതിരെ ഇത്തരം സ്വന്തം സൈന്യത്തിലെ കമാൻഡർ തന്നെ ഈ മോശം പ്രവൃത്തി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെയും ഇത്തരം ആരോപണങ്ങളും വീഡിയോകളും ഒക്കെ ജൂലൈയിലും മറ്റും ഇത്തരം ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. രഞ്ജിത്ത്, ഈ ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മിററാണ് ഇതിൻ്റെ സംബന്ധിച്ച ഏറ്റവും വിശദമായ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. റഷ്യൻ സൈന്യം അവരുടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അവിടുത്തെ പട്ടാളക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന ആക്ഷേപം ഡെയിലി മിറർ ഉന്നയിച്ചിരുന്നു. അതിന് തെളിവെന്ന തരത്തിലുള്ള ഇത്തരം വീഡിയോകളും പുറത്തു വരികയാണ്. ഇതിൽ ഈ ഒരു ദൃശ്യം വ്യക്തമാക്കുന്നത് ഈ സൈനികൻ അയാളെ ഏൽപ്പിച്ച ദൗത്യം ഉപേക്ഷിച്ച് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ചു എന്നൊരാരോപണത്തിലാണ് ഇയാളെ മർദ്ദിക്കുന്നതെന്നാണ് ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും വിചിത്രവും രസകരവുമായ സാധനം, ഒരു സെക്സ് ടോയ് ഉപയോഗിച്ചാണ് ഇയാളെ അടിക്കുന്നത് എന്നതുകൂടി. അത് ആ ഒരു സൈനികൻ്റെ മനോവീര്യത്തെ തകർക്കാൻ കൂടിയാണ് അവിടെ ശ്രമം നടക്കുന്നത്. അതായത് താനൊരു പുരുഷനല്ല, താനൊരു സ്ത്രീയാണ്. അതായത് സ്ത്രീകൾ എന്തോ ഭയന്ന് നടക്കുന്നവരാണെന്നും അങ്ങനെ നടക്കുന്ന ഒരാളാണ് ഇയാളെന്നുമൊക്കെ പറയുന്ന ഒരു മധ്യകാലഘട്ടത്തിലെ, മെഡീവിയൽ കാലഘട്ടത്തിലെ ഒരു നിലപാട് ഇപ്പോഴും ആ സൈന്യത്തിനകത്തുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. സ്ത്രീകൾ ഭീരുക്കളാണ്, അതേപോലെ ഇയാളും ഭീരുക്കളാണെന്നൊക്കെയുള്ള തരം പ്രതികരണങ്ങൾ. ഇതൊരു മെഡീവിയൽ ചിന്താഗതിയാണ്. ഇത് ഒരു ഇന്നത്തെ കാലത്ത് അംഗീകരിക്കുന്ന ഒരു ചിന്താഗതിയല്ല. ഏതായാലും ആ തരത്തിലാണ് ഈ സൈനികനെ അടിക്കുന്നത്. ഇതേപോലെ അടുത്തിടെ വേറെ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു 2 സൈനികരെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഡെയിലി മിറർ പുറത്തുവിട്ടിരുന്നു. അതിലും ഈ ആളുകൾ അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ ആക്ഷേപിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഈ വലിയ തോതിൽ സൈനികരുടെ ജീവന് വലിയ വില കൽപ്പിക്കാതെ അവരെ യുദ്ധമുഖത്തിലേക്ക് ആവശ്യമായ ഒരു മുൻകരുതലില്ലാതെ തള്ളിവിടുന്ന ഒരു രീതി, അതുപോലെ എതിരാളികളുടെ കേന്ദ്രങ്ങളിലേക്ക് അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അവരെ തള്ളിവിടുന്ന ഒരു രീതി ഒക്കെ ഈ റഷ്യൻ സൈന്യം നടപ്പിലാക്കുന്നു. ആ ഒരു ഇതിനെതിരെ റഷ്യൻ സൈന്യത്തിനകത്തുനിന്ന് തന്നെ പ്രതിഷേധമുയരുന്നു. ചിലർ അവിടെ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, മറ്റ് ചിലർ അതിനെതിരെ പരാതിപ്പെടുന്നു. അപ്പോൾ പരാതിപ്പെടുന്ന 2 പേരെയാണ് ഒരു വനത്തിനകത്ത് കെട്ടിയിട്ട് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത ദിവസം വന്നത്. അതിനോടൊപ്പമാണ് ഈ ഒരു സൈനികനെ, ഒളിച്ചോടി സൈനികനെ ഇതുപോലെ പരിഹസിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യം. ഇയാൾ പെൺവേഷം കെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണോ എന്നറിയില്ല. ഏതായാലും ആ നിലയ്ക്ക് ഇയാളെ മർദ്ദിക്കുകയും അത് താനൊരു പുരുഷനല്ല എന്ന തരത്തിൽ പറയുകയും അത് ചിത്രീകരിക്കുകയും അയാളെ അങ്ങേയറ്റം അയാളുടെ ഒരു ആത്മാഭിമാനത്തെ അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ലോക മനസാക്ഷിയെ തന്നെ നടുക്കിയിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് ചില ദൃശ്യങ്ങളായി പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.